ഇടത്തും കുടുങ്ങിപ്പോകുന്നവരല്ലേ പലരും. എൻ്റെ പൈസ ഇന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നു, ഞാൻ ആ കാര്യങ്ങളെല്ലാം ഇന്നതുപോലെ ഇടപെട്ട് കുടുങ്ങിക്കിടക്കുവാണ്, ഞാൻ ഈ സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുവാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഒരു സ്വഭാവദൂഷ്യത്തിൽ കുടുങ്ങിയിരിക്കുന്നു, മദ്യത്തിൽ, മയക്കുമരുന്നിൽ, തെറ്റായ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നു, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഇപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്തിനാ പരിശുദ്ധാത്മാവ് എന്നറിയാൻ പ്രാർത്ഥിച്ചെന്നറിയാമോ? പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയെ വാക്കിൽ പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ജ്ഞാനത്തിൽ അവനെ കൊടുക്കാൻ വന്നവർ വിസ്മയഭരിതരായി വിട്ടുപോയിന്ന ഓടിപ്പോയി. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ ഒന്നിനെയും, നിങ്ങളുടെ ജീവിതത്തെയോ, നിങ്ങളുടെ ബിസിനസ്സിനെയോ, നിങ്ങളുടെ ഇടപാടുകളെ ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ കൊടുക്കാമെന്ന് ചിന്തിക്കുന്നവർ ഇന്നും ഉണ്ട്. എങ്ങനെ നിന്നെ കൊടുക്കാം, എങ്ങനെ നിന്നെ ആ വിധത്തിൽ കുടുക്കി നിൻ്റെ ഭാവി നശിപ്പിക്കാം, ആ വിധത്തിൽ ഇങ്ങനെ കൊടുക്കാൻ, വാക്കിൽ കൊടുക്കാൻ, ജീവിതത്തിൽ കൊടുക്കാൻ, സകലതും നശിപ്പിക്കാൻ, നഷ്ടപ്പെടുത്തി കളയാൻ പഠിച്ച പണി 18 നോക്കുന്നവരുണ്ട്. വാക്കിൽ പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത്, ഇവർ വലിയ ബുദ്ധിമാന്മാരാ, വലിയ വലിയ ആളുകളാണ് വന്നത് വാക്കിൽ കൊടുക്കാൻ. വന്നവർ വിസ്മയഭരിതരായി അവർ വിട്ടുപോയിന്ന. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഒരു മാസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അവർ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, പഠിക്കുമ്പോൾ, ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ, വിദേശത്തോ സ്വദേശത്തോ എവിടെയും ആയിക്കൊള്ളട്ടെ, അവരിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അവർ ഒന്നിലും ചെന്ന് കുടുങ്ങിപ്പോവുകയില്ല, അവർ ഒന്നിലും ചെന്ന് വീണു പോവുകയില്ല. അവരെ അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചവർ വിട്ടുപോകാൻ തുടങ്ങും. കാരണം അവരെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവാത്മാവ് ഒരിക്കലും ഒരു മനുഷ്യനെ കുഴിയിലേക്കല്ല നയിക്കുന്നത്, ചതിയിലേക്കല്ല, അല്ലെങ്കിൽ തകർച്ചയിലേക്കല്ല നയിക്കുന്നത്. അവനെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണമാകത്തക്ക വിധമാണ് ദൈവം ഒരാളെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവെ നിറയണമേ. അതുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനിൽ നിറയണമേ, പരിശുദ്ധാത്മാവിനിൽ നിറയണമേ. ഞങ്ങൾ പ്രത്യേകമായി ഈ മാസം പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാ, പരിശുദ്ധാത്മാവിനെ നിറയണമേ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഒത്തിരി ചിന്തിച്ചു. എന്താ വാക്കിൽ കൊടുക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് അവർ വിസ്മയഭരിതരായി ഓടിയത്, വിട്ടുപോയത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു യേശു. പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടു. ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ